ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉമ്മ ഊഞ്ഞാലിരിക്കാനുണ്ട്, മകള് താഴത്തിരിക്കാനുണ്ട്, മകളുടെ മകള് ഉമ്മാൻ്റെ മടിയിൽ ഊഞ്ഞാലിരിക്കാനുണ്ട്. അപ്പോൾ ഇനി മകളുടെ മകളും ഇതേമാതിരി ഒരുമിച്ചിരിക്കാൻ അള്ളാഹു വിധി കൂട്ടട്ടെ അല്ലേ അമ്മ? ഇപ്പോൾ 3 ജനറേഷൻ ആയില്ലേ, ഇനി 4ാമത്തെ ജനറേഷനും അല്ല 5 മറ്റേ ഉമ്മ ചക്കര ലന അതിൻ്റെ മോള്, അങ്ങനെ 5 ജനറേഷനൊക്കെ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ഒരുമിച്ച് കാണാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇന്നത്തെ വിശേഷം? ആടുകയാണ്. ഇന്ന് പെസഹ വ്യാഴാണല്ലേ, ഇന്ന് പെസഹ വ്യാഴം, നാളെ ദുഃഖവെള്ളി. പെസഹ വ്യാഴം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസ് റിലീജിയൻസിലുള്ള ആൾക്കാരുടെ ഒരു ആഘോഷമല്ല, പെരുന്നാളല്ല. അതായത് പിന്നെ യേശു ക്രിസ്തുവിനെ കുരിശി തളച്ചെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് ദുഃഖവെള്ളിക്കാണ് കുരിശി തളയ്ക്കണത്. പെസഹ വ്യാഴത്തിനാണ് യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കണത് അല്ലേ ചക്കര? അങ്ങനെ എന്തോ ഇല്ലേ? അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച എവിടെ ആ ഏരിയയിലാവുണ്ടോ? അല്ല, അത്യാവശ്യം അതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണല്ലോ. എന്നിട്ട് വെള്ളിയാഴ്ച കുരിശി തറക്കും, അപ്പോൾ ദുഃഖവെള്ളി അത് നാളെ. എന്നിട്ട് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും, അതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അതാണ് ആ മുട്ടയിൽ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ആഘോഷമില്ലേ? അത് ഇംഗ്ലീഷ് ഫോറിനേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന സംഭവമാണ്. അല്ല, ആ സംഭവം ശരിക്കും നമ്മളെ സ്കൂളുള്ള സമയത്തല്ലേ ഈ പരിപാടി വരല്? പക്ഷെ ഇപ്പം എന്താ വെക്കേഷൻ ആയത്? അങ്ങനെ ആയതാ? അല്ല, എനിക്കോണത് വെക്കേഷൻ സമയത്തായിരുന്നു, ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത്. പിന്നെ ഇപ്പം എന്താ അറിയില്ല. ആര് വഴിയെ പോണ ആൾക്കാരെയൊക്കെ ചോദിക്കണം, അതാരാന്ന് എനിക്കും അറിയില്ല കേട്ടോ. തറവാട്ടിനോടല്ലേ? തറവാട്ടിനോടല്ലേ പറയാം. എന്താ ചക്കര, ഇന്നലത്തെ വീഡിയോയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തല്ലോ, നിജാസ് പറഞ്ഞതാണ് ശരി ശരി എന്നൊക്കെ. അല്ല, ഫുഡ് കൊടുക്കണ കാര്യത്തിനെ പറ്റി പറഞ്ഞത്. ഞാൻ വലുതായിട്ടും ചെറുതായിട്ടൊന്നുമില്ല, എനിക്കത് ജസ്റ്റ് എനിക്കറിയില്ല എങ്ങനെയാണോ എന്ന്. ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടപ്പോൾ ഇങ്ങനെ ചോറ് എടുക്കണുണ്ടോ, അതിൽ കുട്ടി ഇങ്ങനെ കരയാണ്. ഞാൻ പറഞ്ഞു മതി പിന്നെ കൊടുക്കാറിഞ്ഞ്, അതിനെ പറഞ്ഞിട്ട് അതില് അപ്പൊ എന്റെ കുട്ടി എത്ര തിന്നും എത്ര തിന്നില്ലാന്ന് എനിക്കറിയാം. പിന്നെ അതിന്റെ വാശിയാണ്. അതെ, കാര്യമില്ല. അപ്പോ എന്ത് സത്യമാമേ എന്നുവെച്ചാ സപ്പോർട്ട് വെച്ചാ എന്താ? സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ കേസ്. അതെന്നാലും എനിക്കിങ്ങനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാണല്ലേ, എനിക്കറിയില്ല എങ്ങനെയാണോ കൊടുക്കേണ്ടിയുള്ളതെന്ന്. ഞാനെന്നല്ല അതാരോ പറഞ്ഞിക്കണല്ലോ ചക്കര കൊല്ലത്തുനിന്ന് വ്ളോഗ് എടുക്കുമ്പോൾ മിണ്ടാതിരിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിരിയും കളിയൊക്കെ ഉണ്ടെന്ന്. അതെന്താ അങ്ങനെ അറിയാൻ കാര്യം? അല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതില്ലേ? അല്ല, ചക്കര അല്ലെങ്കിലും കൊല്ലത്തെ വീഡിയോ ആണെങ്കിലും ഇവിടത്തെ വീഡിയോ ഒക്കെ ഒരേപോലെയാണല്ലോ. പറയൂ. അല്ലാതെ ഞാൻ ആ വീഡിയോ കയറി ഇരുന്നിട്ട് വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെന്താ വളവള വർത്തനം പറയണ ആളാ? അല്ലേ, ആരാ പറയണേ? കൊല്ലത്തൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാത്തും ഇപ്പൊ അത് ഉള്ളതുള്ളത് തന്നെ പറയണം. കൊല്ലത്താണെങ്കിലും ചക്കര വീഡിയോയിൽ വരും പോക്കാനാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, വേറൊരു കാര്യം കൂടി എനിക്ക് അതിൽ പറയാനുള്ള എന്താ അറിയോ, ചക്കര കൊല്ലത്തുള്ള വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഈ അസുഖവും കാര്യങ്ങളും പിന്നെ എന്താണ് ഫിസിയോഡിന്റെ ഒക്കെ ആയിട്ട് പാട്ടിട്ടുണ്ട് അമ്പലത്തിൽ 5 മണി. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു എന്ത്, പിന്നെ കരയണ്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഗുളിക മരുന്ന് കഴിക്കാനുണ്ട്, അൽഹംദുലില്ലാ അസുഖമൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതിൻ്റെതായ വ്യത്യാസം ആളുടെ ശരീരത്തിലും സ്വഭാവത്തിലൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതാവും, വേറെ ഒന്നുമല്ല. എന്റെ കുട്ടിയാണെങ്കിൽ ഏത് നേരം കരഞ്ഞുകൊണ്ടാണ് ഗൈസ്. കിലുക്കുതാ, അതാ കിലുക്ക്, മുയലിന്റെ കിലുക്കതാ. അവിടെ ഇരുത്തിക്കോ.
അത് വരുത്തിക്കോ. അതിനിപ്പോ ഷാളിന് വന്നിട്ടാണ് കേട്ടോ. ആ. ഷാളിന്റെ കിട്ടിയില്ലല്ലോ. ഉമ്മാന്റെ ഷോളാണ് നമുക്ക് വേണ്ടത്. ഷോള് കിട്ടാത്തോണ്ട് ഷാള് ഇട്ടിട്ട് നടക്കേണ്ട പെണ്ണെ. ഷോള് കിട്ടണം. അപ്പൊ അതാണ് എന്റെ പെണ്ണിന് വേണ്ടത്. ഷാള് ഇടാനല്ല തിന്നാനാണ്. ആ ഷോള് തിന്നാൻ വേണ്ടിയിട്ടാണ് വരണത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമ്മുടെ കൊല്ലത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊല്ലത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ആരും ഒന്നും അറിയാറില്ലല്ലേ. കാരണം നമ്മളിവിടെ ആവുകൊണ്ട് അവിടുത്തെ ഒരു വിശേഷങ്ങൾ നിങ്ങൾ അറിയാറോ ഒന്നുമില്ല. അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖം തന്നെയാണ്. പക്ഷേ ഉമ്മ വീട്ടിലില്ല അല്ലേ. ഉമ്മ വാപ്പാനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിരിക്കുകയാണല്ലേ. അതെ. അല്ലേ ഉമ്മ ഇപ്പൊ പോയിരിക്കണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഉമ്മ പോയിട്ടുള്ളത് നമ്മളെ മറ്റേ നമ്മളെ നാട്ടിൽ നിന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാ വർഷവും സിയാറത്ത് യാത്ര പോകും. അത് ദൂരം പോണ ആൾക്കാരുണ്ട്. അതായത് തമിഴ്നാട് കർണാടക പള്ളികളിൽ അങ്ങനെ പോണതുണ്ട്, കേരളത്തിൽ പോണതുണ്ട്. തമിഴ്നാട് കർണാടക പോകണമെന്ന് പറയുമ്പോൾ ഒരു 7 ദിവസം യാത്രയാവും വരുന്നത്. പക്ഷേ ഉമ്മ പോയിരിക്കണം അതല്ല. ഉമ്മ പോയത് കേരളത്തിൽ, അതായത് കടുവാപ്പള്ളി, ഭീമാപ്പള്ളി, നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്താണ് പൊന്നാനി ഉണ്ട്, മമ്പുറം ഉണ്ട്. ആ ഈ വഴിക്കാ വരണത്. ഇവിടെയൊക്കെ ഉണ്ട്, മമ്പുറം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചേരമാൻപള്ളി ഉണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ മെസ്സേജ് അയച്ചു. അപ്പൊ കാഞ്ഞിരമറ്റം കഴിഞ്ഞു പറഞ്ഞു. ഇനിയിപ്പോ അടുത്തത് ചേരമാൻപള്ളി, കൊടുങ്ങല്ലൂര്. കേരളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലല്ലേ ആദ്യത്തെ ജുമാ പള്ളി അല്ലേ ഇത്. ചേരമാൻ പെരുമാൾ, തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്. ആ എന്നിട്ട് അവിടുന്ന് നേരെ മമ്പുറത്ത് അത് കഴിഞ്ഞ് ഇന്ന് നേരെ വണ്ടി ഓടിയിട്ട് ഇവിടെ പോണത്. എവിടെ? കാസർഗോഡ് ഉള്ളാളം, കർണാടക ബോർഡർ അല്ലേ ഉള്ളാളം പള്ളി, അവിടേക്കാണ് പോണത്. ഇനിയിപ്പോൾ എന്നിട്ട് നാളെ അവിടെ ആണുങ്ങളുണ്ട്, അവർക്ക് ജുമാ കൂടാനുള്ള രീതിക്ക് ഇന്ന് അവിടെ സ്റ്റേ, അങ്ങനെ പോണത്. അപ്പോൾ 2 ബസ്സിലായിട്ടാണ് കേട്ടോ പോണത്. ഏകദേശം 100 ആൾക്കാരുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ വാപ്പ പോകാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാപ്പാക്ക് ഇപ്പോൾ അവിടെ പിന്നെ കുറച്ച് ഇലക്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാപ്പ കുറച്ച് തിരക്ക് കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വാപ്പ പോയിട്ടില്ല, ഉമ്മ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ വാപ്പക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ആയിട്ട് വാപ്പ കഴിക്കും. അതിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. വാപ്പക്ക് ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് തിരക്കുള്ള ജോലികളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വാപ്പ പോകാത്തത്. പിന്നെ ഉമ്മ എന്നോട് ചോദിച്ചു ഇതേമാതിരി, പിന്നെ മേമായൊക്കെ പോകുന്നുണ്ട്, കുഞ്ഞുമ്മയൊക്കെ പോകുന്നുണ്ട്. കുഞ്ഞുമ്മ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, മൂത്തുമ്മമാരൊക്കെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അധികം ഫാമിലീസ് തന്നെ. ഫോണിൽ പകുതി മുക്കാലും ഒക്കെ അറിയണ ഒരു നാട്ടിലുള്ള നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് പകുതി മുക്കാലും ഫാമിലീസാണ്. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ അതിലെന്നോട് മേമ ഓൾറെഡി ഈ മേമാരെ അവിടുത്തെ കുറച്ച് ആൾക്കാരാണ് ഈ യാത്ര പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ മേമനോട് ഉമ്മാനോട് ചോദിച്ചു, പിന്നെ ഉമ്മ ഇതേപോലെ യാത്രയ്ക്ക് വരണുണ്ടോ ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ വരണില്ല, ഇനിയിപ്പോൾ എനിക്ക് വയ്യ, എൻ്റെ അടുത്ത് പൈസയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അതിന് ഉമ്മ പറഞ്ഞു ഉമ്മ വരണില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. മേമ എന്നെ വിളിച്ചു. അതിന് ശേഷം എന്നോട് പറഞ്ഞു ഉമ്മാക്ക് ഇതേമാതിരി വരണമെന്നുണ്ട്, പക്ഷെ നിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും ഇല്ല എന്നൊക്കെ ഒരു ഡൗട്ട് കൊണ്ടാണ് ഉമ്മ വരാൻ നിൽക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, ഉമ്മ വിളിക്കട്ടെ ചോദിക്കാറ്. അതിൽ ഉമ്മ വിളിച്ചപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഇതാക്കണ്ട, നിങ്ങളെന്തായാലും പള്ളി സിയാറത്ത് യാത്രയല്ലേ, നല്ല കാര്യത്തിനല്ലേ പോണത്, പോയിട്ട് വരിക പറഞ്ഞിരിക്കുകയാണ് കേസ്. അത് മാത്രമല്ല എൻ്റെയൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ടൂറ് പോകണമെന്ന് പറയുമ്പോൾ, അതായത് ബാംഗ്ലൂരും കൊടൈക്കനാലും ഊട്ടി, മൂന്നാർ, മൈസൂരിലൊക്കെ ടൂർ പോകണമെന്ന് പറയുമ്പോൾ പയ്യുമായൊക്കെ അന്ന് നമ്മളെ വിട്ടിട്ടുണ്ട്. അത് അവരൊന്നും നമ്മളൊന്നും അത്ര ഇതാക്കിയിട്ടില്ല. അതായത് നമുക്കിപ്പോൾ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിലും 9ലും 10ലും +1 +2ലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും എന്നെ വിടാറുണ്ട്. ഞങ്ങൾ പോയിട്ട് അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ അന്ന് പയ്യുമായൊക്കെ എന്ത് ചെയ്തു, നമുക്ക് പൈസ തന്നിട്ട് നമ്മളെ യാത്ര പോകാനും കറങ്ങാനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമുക്കുള്ളപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ അവരെ വിടണം. അതായത് നല്ലൊരു കാര്യത്തിനല്ലേ പോണത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പോൾ അവരുടെ നമ്മുടെ സമയത്ത് നമ്മളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, തിരിച്ച് അതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് പൈസ സമയത്ത് നമ്മളെ വിട്ടില്ലേ ചക്കരെ. അപ്പോൾ കണ്ടുവരട്ടെ കാര്യങ്ങൾ, അവരൊക്കെ പോയി കണ്ടുവരട്ടെ. അതന്നെ, ആരോഗ്യമുള്ള സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ, എന്നൊന്നും പോകാൻ പറ്റത്തില്ല. ഈ യാത്ര എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷേ ഒരു ശരാശരി മനുഷ്യന് ആയുസുള്ളപ്പോൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. വെറുതെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. കാണേണ്ട സ്ഥലങ്ങൾ കാണണം, ഭക്ഷണം കഴിക്കാനൊക്കെ. പിന്നെ പല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി പല്ലുള്ളപ്പോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ആരോഗ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുക, പോയി കണ്ടിട്ട് വരിക. എനിക്ക് തോന്നുന്നു ഉമ്മ ഉള്ളാളം പള്ളിയിലോട്ടൊന്നും പോയിട്ടില്ല, ഉള്ളാളത്തും ചേരമാൻ പള്ളിയിലൊന്നും ഉമ്മ പോയിട്ടില്ല എന്നാണ് തോന്നുന്നു. അധികം അങ്ങനെ വന്നിട്ടില്ല. പുത്തൻപള്ളിയിലേക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതെ, അല്ലാതെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവരൊക്കെ പോയി കണ്ടിട്ട് വരട്ടെ.
അവരെ സന്തോഷം അതല്ലേ, നമ്മുടെ മാതാപിതാക്കളെ സന്തോഷം തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം കേസ്. അവിടെ പിന്നെ ഇനിയിപ്പോൾ വേറെ പൈസ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പം എന്തായാലും അവരെ സന്തോഷമാവട്ടെ. ഉമ്മ പോയിട്ടുണ്ടോ ഉള്ളാളം പള്ളിയിൽ? പോയിട്ടില്ല. ആറ്റിങ്കര പള്ളിയിലോ? അതെന്തേ? അതിരപ്പള്ളി പോയിട്ടില്ല ഞങ്ങള്? അതിരപ്പള്ളി പോയിട്ടില്ലേ? ആതിരപ്പള്ളി പോയത് ഞാനന്ന് ഗൾഫിലേക്കുള്ള സമയമാണ്. ഉമ്മാനെ ആതിരപ്പള്ളി കൊണ്ടുപോകണം എറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്കെല്ലാവരും കൂടെ ആതിരപ്പള്ളി കൊണ്ടുപോയി. ഉമ്മ അവിടെ പോയിട്ട് എന്ത് സംഭവം തേങ്ങനുണ്ട്. എന്താന്ന് വെച്ചപ്പോ ഉമ്മ പള്ളീന്റെ മിനാരം തരികയാണ്. അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ട്, വെള്ളമുണ്ട്. ആ പള്ളിയില് അതാ സ്ഥലത്തിന്റെ പേരാണ് ആതിരപ്പള്ളി. പക്ഷെ ഉമ്മാക്ക് അറിയില്ലല്ലോ. അപ്പോ അവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോ ഗൾഫിലാ. വാപ്പ ഉണ്ടെന്ന്. ഞാൻ ഗൾഫിലാ. അപ്പോഴ് വാപ്പ കൂടെ വന്നല്ലോ. അപ്പൊ ഗൾഫിൽ നിന്ന് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിരി തന്നെ അല്ലാ. അപ്പൊ അതിപ്പോ അങ്ങനെ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് പോയിട്ട് വരട്ടെ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊല്ലത്തെ വിശേഷങ്ങൾ. റമീസ് നാട്ടില് ഇല്ല, അവൻ എറണാകുളത്തുള്ളത്. മഞ്ഞക്കുളം പള്ളിയോ? അതെവിടെ? ഇല്ല. മഞ്ഞക്കുളം പള്ളി പോയിട്ടില്ല. സിയാറത്തുള്ള പള്ളിയാ? മക്കാമുണ്ട്. മക്കബറുള്ള പള്ളി, മക്കാമുള്ള പള്ളിയാ? ശരി. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയും ഈ സിയാറത്ത് ചെയ്യണതും മക്കബറ സന്ദർശിക്കണതൊക്കെ ഷിർക്കാണെന്ന് പറയും അല്ലേ? ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഷിർക്കാണെന്ന് പറയും. കേസ് അതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്, രീതിയാണ്. അതിലൊക്കെ ചോദ്യം ചെയ്യാനോ കൈയിടാനോ തലയിടാനോ ഒന്നും എനിക്ക് അനുവാദം കൂടി ഇല്ല. അതായത് ഇപ്പോൾ ചക്കരയ്ക്ക് ഒരു ആശയാണ്, അവൾക്കൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അതിലെ വിലങ്ങിടാൻ എനിക്ക് അധികാരമില്ല. അത് അവളുടെ വിശ്വാസം, അവളുടെ ആചാരം അല്ലെങ്കിൽ അവരുടെ രീതിയാണത്. അപ്പോൾ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷിർക്കാണെന്ന് വിശ്വസിക്കുന്നവർ ഷിർക്കാണെന്ന് വിശ്വസിച്ചോട്ടെ, അതിൽ വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ. എങ്ങനെ? എന്ത് വണ്ടി നിന്ന് പുകയല്ലേ പോകുള്ളൂ, പെട്രോൾ ഒഴിച്ചോടണം വണ്ടിയിൽ. തീവണ്ടി അപ്പം അത് കേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം എന്തായാലും ചെറിയൊരു വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ചൂട് ഇന്ന് നല്ല ചൂട് തന്നെയാണ്. പ്രത്യേകിച്ച് മഴ കാര്യങ്ങളൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. ഇന്നലെ ചെറുതായിട്ട് കിട്ടിയിട്ടില്ല. അമ്പലത്തിലെ പാട്ടാണ് കേൾക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് വരുമ്പോൾ